സമാധാനിക്ക് മോനെ. ഇനി മോളൊന്ന് കിടന്നു. വാ, അച്ഛൻ പിടിക്കാം. രാത്രിയിൽ ഇനി വേറെ മരുന്നൊന്നും ഇല്ലോ അല്ലേ? ഇല്ല അച്ഛാ, ഇന്നിനി ഒന്നുമില്ല. രാവിലെ ഇഞ്ചക്ഷൻ സമയത്ത് നഴ്സ് വന്ന് വിളിക്കും. നാളത്തെ അവസ്ഥ കൂടെ നോക്കി ഡോക്ടർ ഡിസ്ചാർജിന്റെ കാര്യം തീരുമാനിക്കും. അതുകൊണ്ട് നീ നന്നായിട്ട് റെസ്റ്റ് എടുത്തോ ചേരും. ഒരേ കിടപ്പ് കിടന്ന് മടുത്തു ചേച്ചി. വേദന കാരണം അധിക സമയം ഇരിക്കാനും വയ്യ. നാളത്തോടെ തന്നെ എല്ലാം ഭേദാവും. മോള് പ്രാർത്ഥിച്ചു കിടന്നു. അച്ഛാ, അച്ഛൻ ഇനി വീട്ടിലേക്ക് പോയിക്കോ. അവിടെ മഞ്ചാടിയും ബാനുമ്മയും മാത്രല്ലേ ഉള്ളൂ. അവിടെ അവർക്ക് പേടിക്കാനായിട്ടൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ ഇന്നിവിടെ തങ്ങാനു. അയ്യോ, എന്തു പറയുന്നു? അതൊന്നും വേണ്ട അച്ഛാ. വരാന്തയില് ബെഞ്ചിൽ കൊതുകടി കൊണ്ടു കിടന്ന അച്ഛന് വല്ല അസുഖവും വരും. അതെ അച്ഛാ, ഇവിടെ വേറെ ആരുടെ ആവശ്യമില്ലാത്തോണ്ടല്ലേ വിനയേട്ടനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. അച്ഛനും പോയിക്കോ. എനിക്കിപ്പോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാ പിന്നെ അച്ഛൻ പോയിട്ട് നാളെ വരാം. നാളെ ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ മോളുടെ തീരുമാനം എന്താ? പിന്നെ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകല്ലേ? വിനയനും അവന്റെ അമ്മയൊക്കെ ചേരും അങ്ങോട്ട് തിരിച്ചു ചെല്ലുന്നുള്ള വലിയ പ്രതീക്ഷയില്ല.